പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയായി മാതാവിനെ കണക്കാക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അനേലിയ ആൻഡ് അവർ ലേഡി ഓഫ് സ്റ്റാർ ഓഫ് സീ, കടലിൻ്റെ നക്ഷത്രം സ്റ്റെല്ല മാരിസ് എന്നും ലാറ്റിനിൽ അറിയപ്പെടുന്ന പരിശുദ്ധ മറിയം, വിശ്വാസികളുടെ ജീവിതയാത്രയിൽ വഴികാട്ടിയായ മാതാവാണ്. കടലിൽ യാത്ര ചെയ്യുന്ന നാവികരെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന നക്ഷത്രം പോലെ പരിശുദ്ധ മറിയം നമ്മുടെ ആത്മീയ യാത്രയിലും യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ദിവ്യ നക്ഷത്രമാണ്. അവൾ പ്രത്യാശയുടെ, സംരക്ഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അവർ ലേഡി ഓഫ് സ്റ്റാർ ഓഫ് സീ ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സാറാ റോസ് ടോണി. വ്യാകുല മാതാവ്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസം ദൈവമാതാവിന്റെ 7 വ്യാകുലങ്ങളുടെ തിരുനാൾ കൊണ്ടാടുന്നു. 1814 വിപ്രവാസത്തിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ 7-ാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ. വ്യാകുലങ്ങളുടെ അമ്മ, സപ്തസന്താപങ്ങളുടെ അമ്മ എന്നീ പേരുകളിലും ഈ വണക്കത്തിൽ മറിയം അറിയപ്പെടുന്നു. വ്യാകുല മാതാവായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് എമിൻ ബാബു. ഗ്വാഡലുപ്പ മാതാവ് 1531 മെക്സിക്കോയിലെ ടെപ്പയാ കുന്നിൽ സെന്റ് ജുവാൻ ഡിയാഗോ എന്ന ഭക്തന് പ്രത്യക്ഷപ്പെട്ടു. മാതാവിൻ്റെ ഒരു ചിത്രവും അവിടെ അത്ഭുതകരമായി കാണപ്പെടുന്നു. 500 വർഷം കഴിഞ്ഞും ഈ ചിത്രം അത്ഭുതകരമായി നിലനിൽക്കുന്നു. ഡിസംബർ 12-നാണ് ഈ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഗ്വാഡലുപ്പ മാതാവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് റിയ ജോൺസൺ. അവർ ലേഡി ഓഫ് ചാമ്പ്യൻ. 1859 വിസ്കോൺസിൻസിൽ ചാമ്പ്യനിൽ ഏഡൻ ബ്രീസ് എന്ന യുവതിക്കാണ് സ്വർഗരാജ്ഞി പ്രത്യക്ഷപ്പെട്ടത്. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക, കുട്ടികളെ രക്ഷയ്ക്കായി ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു മാതാവ് നൽകിയ സന്ദേശം. ഒക്ടോബർ 9-ന് ഈ മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. അവർ ലേഡി ഓഫ് ചാമ്പ്യനായി വേഷമിടുന്നത് ഏഞ്ചലീന സെറിൻ.